എല്ലാവർക്കും നമസ്കാരം. ബേക്കറിയിൽ ഒരുപാട് വിഭവങ്ങൾ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പുഡിംഗ് കസ്റ്റാർഡിൻ്റെ റെസിപ്പി ഞാൻ ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കാം. 1 ലിറ്റർ പാലിൽ 250 ഗ്രാം പഞ്ചസാരയും 10 മുട്ടയും 5 മില്ലി വാനില എസൻസും മാത്രമാണ് ഇതിനാവശ്യമായിട്ടുള്ളത്. ഈ 4 ചേരുവകൾ മാത്രം ഉപയോഗിച്ച് തയ്യാറാക്കുന്ന കസ്റ്റാർഡ് കൊണ്ടാണ് കാരമൽ പുഡിംഗ് അല്ലെങ്കിൽ ക്രീം കാരമലും ബ്രെഡ് ആൻഡ് ബട്ടർ പുഡിങ്ങും ഡിപ്ലോമാറ്റിക് പുഡിങ്ങും തുടങ്ങി ഏതൊരു വ്യത്യസ്തമായിട്ടുള്ള പുഡിങ്ങുകളും തയ്യാറാക്കാമോ അതെല്ലാം തയ്യാറാക്കുന്നത്. ഒരു കാര്യം ഓർക്കേണ്ടത്, ബേക്ക് ചെയ്യേണ്ടത് ഒരു പാനിൽ വെള്ളം ഒഴിച്ച് അതിന് മുകളിലായിരിക്കണം ഇത് ബേക്ക് ചെയ്യേണ്ടത്. അതായത് ഓവനിൽ ബേക്ക് ചെയ്യുമ്പോൾ ഡബിൾ ബോയിലിംഗ് രീതിയിൽ 150 ഡിഗ്രിക്കും 160 ഡിഗ്രിക്കും ചൂടിൽ ബേക്ക് ചെയ്തെടുക്കാം. കാരമൽ പുഡിംഗ് ആണ് തയ്യാറാക്കുന്നതെങ്കിൽ ഗ്രീസ് ചെയ്ത മോൾഡിൽ പഞ്ചസാര കാരമലാക്കി ഉരുക്കി ഒഴിച്ച് അതിന് മുകളിൽ ഈ പുഡിംഗ് കസ്റ്റാർഡ് ഒഴിച്ച് ഡബിൾ ബോയിലിംഗ് രീതിയിൽ ബേക്ക് ചെയ്തെടുക്കാം. ബ്രെഡ് ആൻഡ് ബട്ടർ പുഡിംഗ് ആണ് ചെയ്യേണ്ടതെങ്കിൽ ബ്രെഡും ബട്ടറും ലെയറുകളാക്കിയതിന് ശേഷം അത് ചെറിയ ക്യൂബുകളായി കട്ട് ചെയ്തെടുത്ത് ഗ്രീസ് ചെയ്ത മോളിൽ നിരത്തി അതിന് മുകളിൽ കസ്റ്റാർഡ് ഒഴിച്ച് ഡബിൾ ബോയിലിംഗ് രീതിയിൽ ബേക്ക് ചെയ്തെടുക്കാം. ഡിപ്ലോമാറ്റിക് പുഡിംഗ് ആണെങ്കിൽ ബ്രെഡിന് പകരം വാനില സ്പഞ്ചും ബട്ടറിന് പകരം സ്ട്രോബെറി ജാമും ആണെന്ന് മാത്രം. ഇത്തരം റെസിപ്പികൾ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്യുമല്ലോ. കൂടുതൽ റെസിപ്പികൾക്കായും അറിവുകൾക്കായും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും പേജുകൾ ഫോളോ ചെയ്യുവാനും ഓർക്കുമല്ലോ. എല്ലാവരിലേക്ക് സന്തോഷം നിറയട്ടെ. ഒത്തിരി സന്തോഷത്തോടെ.